ഇപ്പം നമ്മളൊരു പെൺകുട്ടീനെ സ്നേഹിച്ചു എന്ന് കരുതുക. ആ പെൺകുട്ടി ഇഷ്ടമില്ലാത്ത സ്ഥലത്താണ് നമ്മളെന്നും. അങ്ങനെയാണ് പിന്നെ അവളെ സ്നേഹിക്കുന്നതിൽ എന്തോ പ്രസക്തിയുള്ളത്? അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെ വെറുക്കുന്ന, അവളെ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. അതിനുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അള്ളാഹുവുമായി സ്നേഹിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് അള്ളാഹുവിനെ തൊട്ട് നമ്മൾ ഓർമ്മിപ്പിക്കാത്ത, അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാത്ത സൃഷ്ടികളുമായി നമ്മൾ അകൽച്ച പാലിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ വീണ്ടും പറയുന്നുണ്ട്, ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു താല വഹീ ഇറക്കി. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രത്യേകത, ദാവൂദ് നബി അലൈഹി സ്വലാം എപ്പോഴും ഒറ്റപ്പെട്ടിങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കര ഒറ്റപ്പെടലിനെ ഇഷ്ടമായ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ ശ്രീബുദ്ധനുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാറുണ്ട്. അള്ളാഹു ആലം. പക്ഷെ എന്നാലും ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഞാൻ ആ താരതമ്യം പറഞ്ഞത്? ശ്രീബുദ്ധൻ്റെ ഒക്കെ ഒരു മനസ്സിൽ നമുക്ക് വരുന്നൊരു ചിത്രം ഉണ്ടല്ലോ, ഇപ്പോൾ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു ആളായിരുന്നല്ലോ. അതേപോലെ എന്ന് പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ എന്താ യാഥാർത്ഥ്യം. എന്നാലും നമ്മൾ മനസ്സിലേക്ക് പിക്ചർ വരാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ദാവൂദ് നബി അലൈഹി സ്വലാം അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് സൃഷ്ടികളിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അള്ളാഹു ദാവൂദ് നബി അലൈഹി സ്വലാമിനെ വഹി അറിയിച്ചു, അല്ലയോ ദാവൂദേ, നീ എന്താണ് നിന്നെ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ മാറി നിന്നിങ്ങനെ ഒറ്റക്ക് തനിച്ചായി നിൽക്കുന്നതിന് കാണുന്നുണ്ടല്ലോ, എന്താ എൻ്റെ അവസ്ഥ? അപ്പോൾ കാല ഇലാഹി, എൻ്റെ യജമാനനെ, ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളോട്, സൃഷ്ടിയോട് മൊത്തം എനിക്കൊരു നീരസം വരാൻ തുടങ്ങി. കാരണം നമുക്ക് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു സംഭവവികാസമാണത്. നമ്മൾക്ക് അള്ളാഹുവുമായി അടുക്കുമ്പോൾ ഇങ്ങനെ പബ്ലിക് ആവുന്നത് വലിയൊരു ഇഷ്ടമില്ലാത്തൊരവസ്ഥ. അതിനർത്ഥം പബ്ലിക് ആവേണ്ടെന്നല്ല. അപ്പോൾ ഇഷ്ടമില്ലാത്ത അവസ്ഥയ്ക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഉള്ളിലുണ്ടാവുക. എന്നാൽ നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ ഇഷ്ടമാവും, പോകേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പള്ളിയിൽ പോകേണ്ടി വരും, ഒരു ദിക്കർ മജ്ലിസിൽ പോകേണ്ടി വരും, അത്യാവശ്യമായ ആളുകൾ സംസാരിക്കേണ്ടി വരും, ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് പോകാൻ നിർബന്ധമായ ഒരു ക്ഷണം നമ്മൾ സ്വീകരിച്ച് നമ്മൾ ചിലപ്പോൾ പോകേണ്ടി വരും. എന്നാൽ നമുക്കത് ഭയങ്കര ഇഷ്ടമൊന്നും ആവില്ല. നമ്മളിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന അവസ്ഥയിലൊന്നും ആവില്ല. നമ്മളിപ്പോൾ കൂടുതലും തനിച്ചാവാനാണ് ഇഷ്ടപ്പെടുക. എന്നാൽ നമ്മൾ പബ്ലിക് ആവേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അതേപോലെ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞ, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ, എന്താ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ, നിന്നോട് സ്നേഹം കൊണ്ട് എനിക്കിങ്ങനെ ഒറ്റയ്ക്കാവണത് ഇഷ്ടമാവണോ, വേറൊന്നും എനിക്ക് ഇഷ്ടമാവുന്നില്ല, മറ്റു സൃഷ്ടികളോടൊക്കെ എനിക്ക് അനിഷ്ടം വരണോ, ഒരു സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹി സ്വലാമിന് വഹി ഇറക്കി, യാ ദാവൂദ്, അല്ലയോ ദാവൂദേ, നീ ഉണരൂ, നീ എഴുന്നേൽക്ക്, പെട്ടെന്ന് ഞെട്ടി നീക്കി, നിൻ്റെ നഫ്സിന് വേണ്ടി നീ കുറച്ച് ഇഹ്വാനിങ്ങളെ ചേർത്ത് പിടിക്കുക. അതായത് നീ കുറച്ച് കൂട്ടുകാരെ കണ്ടുപിടിക്കുക, ഇഹ്വാനിങ്ങളെ കണ്ടുപിടിക്കുക, അവരെ കൂടെ ആയിക്കോ, കുഴപ്പമില്ല, നല്ല കാര്യമാണത്. നിങ്ങൾ ഒറ്റയ്ക്ക് ബാത്ത് ചെയ്യല്ല, അത് ഒഴിവാക്കിയിട്ട് കുറച്ച് കൂട്ടുകാരെ കൂടെ ആയിക്കോ. പക്ഷേ കുല്ലു ഹിദിന്, ഏതൊരു കൂട്ടുകാരാണോ ലാ യുവാഫിയുക അലാ മസറത്തി, ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത്, അവരായിട്ട് നീ കൂട്ടുകൂടല്ലേ. നമ്മൾ ആലോചിക്കുക, നമ്മൾ ആരെ കൂടെ കൂട്ടുകൂടുന്നത്? നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെയാണോ, അല്ലെങ്കിൽ വെറുതെ ഹാ എന്ന് പറയാനോ തിന്നാനും മാത്രം കൂട്ടുകൂടുന്നതാണോ? ചിന്തിക്കാം. കാരണം അവർ നിനക്ക് ശത്രുവാണ്. എന്ത് ശത്രുതയാ അവർ കാരണം നമ്മൾ ഹൃദയം കട്ടിയവും എന്നിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യും. അങ്ങനത്തെ കൂട്ടുകെട്ട് വേണ്ട.